നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മുട്ട അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ മുട്ട അവിയലാണെങ്കിലും ഇതിനകത്ത് പച്ചക്കറികളൊന്നും ചേരുന്നില്ല. തേങ്ങ വെച്ചുള്ള അരപ്പും പുഴുങ്ങിയ മുട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. മുട്ട അവിയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്ത് പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ പൊളിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. എത്ര അരപ്പ് വേണോ അത്രയധികം തേങ്ങ എടുക്കാം. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. കൂടെ തന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല, അതുകൊണ്ടൊരു 3/4 സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. 2 ചെറിയ ഉള്ളി വേണം. ഒരു 1/4 സ്പൂൺ അളവിന് പെരിഞ്ജീരകവും വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് ചേർത്ത് പൊട്ടിക്കുമ്പോൾ കൂടെ തന്നെ ഒരു 2 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, പെരിഞ്ജീരകമൊക്കെ ചേർത്ത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാനിനകത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് എത്ര കഷ്ണങ്ങളായിട്ടാണ് വേണ്ടത് അത്രയും കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ചും കൂടെ ചാറ് പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അരപ്പം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു 4 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിക്കണം അരപ്പ്. പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട 2ആയിട്ട് കഷ്ണിച്ച് ഈ അരപ്പിനകത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ആ അരപ്പെല്ലാം അതിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയവിയൽ റെഡിയായി. ഇതിനെങ്ങനെയാണ് മുട്ടയവിയൽ എന്ന് പേര് വന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇതിന് മുട്ടയവിയൽ എന്നാണ് പറയുന്നത്. ചപ്പാത്തിയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.